ഓം നമോ ഭഗവതേ വാസുദേവായ ധന്വന്തരയെ അമൃതകലശഹസ്തായ സർവാമയ വിനാശനായ ത്രൈലോക്യനാഥായ ശ്രീമഹാവിഷ്ണവേ നമഃ. അസ്മിൻ പരാത്മന്നനുപാത്മകൽപേ ത്വമിത്തമുത്ഥാപിതപദ്മയോനിഃ അനന്തഭൂമാമരോഗരാശിം നിരുന്തി പാതാലയവാസവിഷ്ണോ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം ശ്രീകൃഷ്ണ പരമാത്മനേ നമഃ. Today we are going to read ദശകം 60, 1 to 5 ശ്ലോകാസ്. ദശകം 60 1 തൊട്ട് 5 വരെ ശ്ലോകങ്ങളാണ് വായിക്കാൻ പോകുന്നത്. ഗോപിക വസ്ത്ര അപഹാര വർണ്ണനം. മദനാതുരചേതസോന്യഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം ചരലക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. മദനാതുരചേതസോന്യഹം ഭവദംഘ്രിദ്വയാദസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം ചരലക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. മദനാതുരചേതസോന്യഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം ചരലക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. മദനാതുരചേതസോന്യഹം ഭവദംഘ്രിദ്വയദാസ്യ കാമ്യയാ യമുനാതടസീം നിസൈകതീം തരലക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. ദിവസം തോറും കാമാർത്തിയാൽ വിവശമായ ചിത്തത്തോടു കൂടിയ ആ ചഞ്ചലാക്ഷികൾ അങ്ങയുടെ കാലണികളെ ശുശ്രൂഷിക്കുന്നതിന് ആഗ്രഹിക്കുകയാൽ യമുനാ നദീ തീരത്തിൽ മണൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട ശ്രീ പാർവതി വിഗ്രഹത്തെ വഴിപോലെ പൂജിച്ചു വന്നു. ദിവസം തോറും കാമാർത്തിയാൽ വിവശമായ ചിത്തത്തോടു കൂടിയ ആ ചഞ്ചലാക്ഷികൾ അങ്ങയുടെ കാലണികളെ ശുശ്രൂഷിക്കുന്നതിന് ആഗ്രഹിക്കുകയാൽ യമുനാ നദീ തീരത്തിൽ മണൽ കൊണ്ട് നിർമ്മിക്കപ്പെട്ട പാർവതി വിഗ്രഹത്തെ വഴിപോലെ പൂജിച്ചു വന്നു. രണ്ടാമത്തെ ശ്ലോകം. തവ നാമ കഥാരദാസമം സുദൃശപ്രാദരുഭാഗധാനദീം ഉപഹാരസധൈര പൂജയൻ ദയുദോ നന്ദസുധോ ഭവേദിതി. തവ നാമ കഥാരദാസമം സുദൃശപ്രാദരുഭാഗധാനദീം ഉപഹാരസധൈര പൂജയൻ ദയുദോ നന്ദസുധോ ഭവേദിതി. തവ നാമ കഥാരദാസമം സുദൃശപ്രാദരുഭാഗധാനദീം ഉപഹാരസധൈര പൂജയൻ ദയുദോ നന്ദസുധോ ഭവേദിതി. തവ നാമ കഥാരദാസമം സുദൃശപ്രാദരുഭാഗധാനദീം ഉപഹാരസധൈര പൂജയൻ ദയുദോ നന്ദസുധോ ഭവേദിതി. ആ സുന്ദരിമാർ അങ്ങയുടെ നാമകഥകളിൽ അഭിരുചിയോട് കൂടിയവരായി പുലർകാലത്ത് ഒരുമിച്ച് യമുനാ നദിയെ പ്രാപിച്ച് നന്ദാത്മജൻ പ്രിയതമനായി വരേണമേ എന്ന് സങ്കല്പിച്ച് അനവധി പൂജാദ്രവ്യങ്ങളാൽ പൂജിച്ചു. ആ സുന്ദരിമാർ അങ്ങയുടെ നാമകഥകളിൽ അഭിരുചിയോട് കൂടിയവരായി പുലർകാലത്ത് ഒരുമിച്ച് യമുനാ നദിയെ പ്രാപിച്ച് നന്ദാത്മജൻ പ്രിയതമനായി വരേണമേ എന്ന് സങ്കല്പിച്ച് അനവധി പൂജാദ്രവ്യങ്ങളാൽ പൂജിച്ചു. ഇതിമാസമുപാഹൃതവൃഥാ തരലാക്ഷീരവിവിക്ഷതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസിത്തദരുഗ്രഹേച്ഛയാ. ഇതിമാസമുപാഹിതവ്രതാഃ തരുലാക്ഷീരവിവിക്ഷതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസിത്തദരുഗ്രഹേച്ഛയാ. ഇതിമാസമുപാഹിതവ്രതാഃ തരുലാക്ഷിരവിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസിത്തദരുഗ്രഹേച്ഛയാ. ഇതിമാസമുപാഹിതവ്രതാഃ തരുലാക്ഷിരവിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദരുഗ്രഹേച്ഛയാ. ഇതിമാസമുപാഹിതവ്രതാഃ തരലാക്ഷിരവിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദരുഗ്രഹേച്ഛയാ. ഇതിമാസമുപാഹിതവ്രതാഃ തരുലാക്ഷിരവിവീക്ഷ്യതാ ഭവാൻ കരുണാമൃദുലോ നദീതടം സമയാസീത്തദരുഗ്രഹേച്ഛയാ.
ഗ്രഹേച്ഛയ. ഇങ്ങനെ ഒരു മാസക്കാലം വ്രതമനുഷ്ഠ വനിതാമണികളെ കണ്ടിട്ട് നിന്ദരുപടി കർണാർദ്ദനായി അവരെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി യമുനാ നദീ തീരത്ത് ചെന്നു. ഇങ്ങനെ ഒരു മാസക്കാലം വ്രതമനുഷ്ഠിച്ച വനിതാമണികളെ കണ്ടിട്ട് നിന്ദരുപടി കർണാർദ്ദനായി അവരെ അനുഗ്രഹിക്കണമെന്ന ആഗ്രഹത്തോടുകൂടി യമുനാ നദീ തീരത്തിൽ വന്നു ചേർന്നു. 4-ാമത്തെ ശ്ലോകം. നിയമാപസിതൗ നിജാംബരം തടസി മന്യവമുച്യതസ്തദാ. നിയമാവസിതോ നിജാംബരം തടസി മന്യവമുച്യതസ്തദാ. യമുനാ ജലകേലനാകുലാഃ പുരരസ്ത്വാമവലോക്യ ലജ്ജിതാഃ. നിയമാവസിതോ നിജാംബരം തടസി മന്യവമുച്യതസ്തദാ. യമുനാ ജലകേലനാകുലാഃ പുരിതസ്ത്വാമവലോക്യ ലജ്ജിതാഃ. നിയമാവസിതൗ നിജാംബരം തടസി മന്യവമുച്യതസ്തദാ. യമുനാ ജലകേലനാകുലാഃ പുരരസ്ത്വാമവലോക്യ ലജ്ജിതാഃ. നിയമാവസിതൗ നിജാംബരം തടസി മന്യവമുച്യതസ്തദാ. യമുനാ ജലകേലനാകുലാഃ പുരിതസ്ത്വാം അവലോക്യ ലജ്ജിതാഃ. വ്രതാവസാനത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ നദീതീരത്തിൽ അഴിച്ചുവെച്ച് അവർ യമുനയിലെ ജലത്തിൽ ക്രീഡിക്കുന്നതിൽ ഉദ്യുക്തരായി. വ്രതാവസാനത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ നദീജലത്തിൽ അഴിച്ചുവെച്ച് അവർ യമുനയിലെ ജലത്തിൽ ക്രീഡിക്കുന്നതിൽ ഉദ്യുക്തരായി. ആ സമയം മുൻഭാഗത്തായി നിന്ദരുവടിയെ കണ്ടിട്ട് ലജ്ജയോടുകൂടിയവരായി തീർന്നു. വ്രതാവസാനത്തിൽ തങ്ങളുടെ വസ്ത്രങ്ങളെ നദീതീരത്തിൽ അഴിച്ചുവെച്ച് അവർ യമുനയിലെ ജലത്തിൽ ക്രീഡിക്കുന്നതിൽ ഉദ്യുക്തരായി. ആ സമയം മുൻഭാഗത്തായി നിന്ദരുവടിയെ കണ്ടിട്ട് ലജ്ജയോടുകൂടിയവരായി തീർന്നു. 5-ാമത്തെ ശ്ലോകം. രൂപയാനമിതനാസസ്വതോ രൂപയാനമിതാനനാസ്വതോ വനിത സ്വംപരജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ. രൂപയാനബിലാനനാസ്വദോ വനിത സ്വംപരജ്വാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ. ത്രപയാനമിതാനനാസ്വദോ വനിത സ്വംപരജ്ജാലമന്തികേ നിഹിതം പരിഗൃഹ്യ ഭൂരുഹോ വിടപം ത്വം തരസാധിരൂഢവാൻ. ഈ തരുണികൾ സങ്കോചത്തോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് നിന്ന സമയം നിന്തിരുവടി സമീപത്തിലായി വെക്കപ്പെട്ടിരുന്ന വസ്ത്രങ്ങളെ വാരിയെടുത്ത് മരക്കൊമ്പിൽ വേഗം ചെന്ന് കയറി. ആ തരുണികൾ സങ്കോചത്തോടുകൂടി തല താഴ്ത്തിക്കൊണ്ട് നിന്ന സമയം നിന്തിരുവടി സമീപത്തിലായി വെക്കപ്പെട്ടിരുന്ന വസ്ത്രങ്ങളെ വാരിയെടുത്തുകൊണ്ട് മരക്കൊമ്പിൽ വേഗം ചെന്ന് കയറി. ഇഹ താവതുഭേത്യ നീയതാം വസനം വസുദൃശോ യദായദം. ഇവ താവതുഭേത്യ നീയതാം ഇഹ താവതുഭേത്യ നീയതാം വസനം വസുദേശോ യദായദം. ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രൂവദിവ്യാമുമേഹവദൂജനേ. ഇഹ താവതുഭേത്യ നീയതാം വസനം വസുദൃശോ യഥായദം. ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രൂവദിവ്യാമുമേഹവദൂജനൈഃ. ഇഹ താവത് ഉപേദ്യ നീയതാം വസനം വസുദൃശോ യഥായഥം. ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രൂവദിവ്യാം ഊമുഹേ വധൂജനൈഃ. ഇഹ താവതുപേത്യ നീയതാം വസനം വസുദൃശോ യഥായഥം. ഇതി നർമ്മമൃദുസ്മിതേ ത്വയി ബ്രൂവദിവ്യാം ഊമുഹേ വധൂജനൈഃ. ഇതാറായിട്ടാ എനിക്ക് വായിച്ച 5 ശ്ലോകങ്ങൾ ചേർത്ത് വസിക്കലാം. ഗോപിക വസ്ത്രാപഹാര വർണ്ണനം 60-ാമത്തെ ദശകം. മദനാദുരചേതസോന്യഹം ഭവദംഘ്രിതയദാസ്യ കാമ്യയാ യമുനാ തടസീം നിസൈകതീം തരലക്ഷ്യോ ഗിരിജാം സമാർച്ചിചൻ. തവ നാമഗധാരതാ സമം സുദൃശപ്രാതരുഭാഗദാനദിം ഉപഹാര സദൈരപൂജയൻ ദയുദോ നന്ദസുതോപവേദിതീം. ഇതി മാസമുവാഹിതവ്രത
तरलाक्षीरबिभिक्ष्यता भवान् करुणामृदुलो नदीतटं समयासीत्तदनुग्रहेच्छया नियमावसिदौ निजाम्बरं तडसी मन्यवमुच्यतास्तथा यमुना जलकेलनाकुला पुरतस्त्वामवलोक्य लज्जिताम् कृपया नमिताननास्वधो वनिता स्वम्परजालमन्दिके निहितं परिगृह्य भूरुहो विडभं त्वं तरसाधिरूढवान्। ओम नमो भगवते वासुदेवाय। ओम श्री कृष्ण परमात्मने नमः।